ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു മലയാളം ക്ലാസ്സുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു കവിത ചൊല്ലാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. കേട്ടിട്ടുണ്ടാവും അല്ലേ? മലയാളത്തിലെ പ്രശസ്തനായ വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണിവ. അതായത് ഏതൊക്കെ ഭാഷകൾ ഉണ്ടായാലും നമ്മുടെ മാതൃഭാഷയോളം നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല, മറ്റൊരു ഭാഷയ്ക്കും സാധ്യമല്ല എന്നാണ് പറയുന്നത്. മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു കവിത. നമുക്കിന്ന് ഭാഷയിലെ സന്ധികളെ കുറിച്ച് പഠിക്കാം. ഭാഷാസന്ധികൾ. സന്ധികൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മുടെ മനുഷ്യ ശരീരത്തിലായും സന്ധികൾ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നതാണ് അല്ലെ? യോജിപ്പിക്കുന്നതാണ് സന്ധികൾ. അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുന്ന അസ്ഥിസന്ധികളൊക്കെ നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ മലയാള ഭാഷയിൽ പൊതുവെ സന്ധികൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഭാഷാസന്ധിയും മറ്റൊന്ന് സംസ്കൃത സന്ധിയും. സംസ്കൃത വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് സംസ്കൃത സന്ധി എന്നും മലയാള വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് ഭാഷാസന്ധിയുമാണ്. അതായത് വർണ്ണങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് സന്ധികൾ എന്നും പറയാം. രണ്ട് വർണ്ണങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് സന്ധികൾ എന്നും പറയാം. ശ്രദ്ധിക്കുക, മലയാളത്തിലെ കുറച്ച് അക്ഷരങ്ങളെ അവ ഏതൊക്കെ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കാം. ഇപ്പോ ക എന്ന അക്ഷരത്തിന്റെ കാര്യത്തിൽ ക്, ആ എന്നീ വർണ്ണങ്ങൾ ചേർന്നാണ് ക ഉണ്ടായിരിക്കുന്നത്. ക എന്ന അക്ഷരത്തെ പിരിച്ചെഴുതിയാൽ ക് അധികം ആ, ക്, ആ എന്നീ രണ്ട് വർണ്ണങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ക ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കി എന്ന് പറഞ്ഞാൽ ക്, ഈ എന്നീ രണ്ട് വർണ്ണങ്ങൾ ചേർന്നും, കെ എന്ന് പറഞ്ഞാൽ ക്, എ എന്നീ രണ്ട് വർണ്ണങ്ങൾ ചേർന്നും, കൃ എന്ന് പറഞ്ഞാൽ ക്, റ് എന്നീ വർണ്ണങ്ങൾ ചേർന്നും, കു എന്ന് പറഞ്ഞാൽ ക്, ഉ എന്നീ രണ്ട് വർണ്ണങ്ങൾ ചേർന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മറ്റൊരക്ഷരമായ ഇമ്പ. ഇമ്പ എന്ന അക്ഷരം മ്, പ്, ആ എന്നീ മൂന്ന് വർണ്ണങ്ങൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇൻമ. ഇൻമ എന്ന അക്ഷരം ന്, മ്, ആ എന്നീ മൂന്ന് വർണ്ണങ്ങൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇവയൊന്ന് മനസ്സിൽ തന്നെ വെക്കുക. നമുക്ക് സന്ധികൾ പഠിക്കുമ്പോൾ ഇവ ആവശ്യം വരും. ഭാഷാസന്ധികൾ. ഭാഷാസന്ധികൾ ഞാൻ പറഞ്ഞു. ഭാഷാസന്ധികൾ പ്രധാനമായും 4 വിധം സന്ധികളാണുള്ളത്. ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി എന്നിങ്ങനെയൊക്കെയാണ് അവ. ഇതിലെ ആദ്യത്തേത് ആഗമസന്ധി. ആഗമം എന്ന് പറഞ്ഞാൽ പുതുതായി വരിക, അല്ലെങ്കിൽ ഒരാൾ ആഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ വരുന്നു എന്ന അർത്ഥമാണ് അല്ലെ? അപ്പോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്കിടയിൽ പുതുതായി ഒരു വർണ്ണം വരുന്നു, പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്കിടയിൽ എന്ത് വരും? പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഉദാഹരണങ്ങൾ കൂടെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. തിരുവോണം എന്ന വാക്ക് എടുക്കുക. തിരുവോണത്തെ നമ്മൾ പിരിച്ചെഴുതിയാൽ തിരു അധികം ഓണമാണ് എന്ത്? തിരുവോണം എന്നത്. തിരു അധികം ഓണമാണ് തിരുവോണം. ഇതിൽ ഈ തിരുവോണം എന്ന വാക്ക് കൂടിച്ചേരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യ ഭാഗം അതുപോലെ തന്നെ, തിരു എന്ന ആദ്യ ഭാഗം അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഓണം എന്തായി? ഓണം വോണം എന്നായി മാറുന്നു. അപ്പോ ഓ എന്ന വർണ്ണത്തിന്റെ സാന്നിധ്യം ഈ കൂടിച്ചേർന്ന് ഇവിടെയുണ്ട്, വോണത്തിലുണ്ട്. ഓയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഓ എന്ന വർണ്ണമില്ലെങ്കിലും ആ വർണ്ണത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പക്ഷേ വ് എന്ന ആള് പുതുതായി വന്നിട്ടുണ്ട്. അതായത് വോ എന്ന വാക്കിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടും നമുക്ക്? വ് പ്ലസ് ഓ ആണ് വോ അല്ലെ? അപ്പോ ഓ ഇവിടെയുണ്ട്. പക്ഷെ ആരധികം വന്നു? വ് അധികം വന്നു. ഈ തിരുവോണവും തിരുവാതിരയും ആഗമസന്ധിക്ക് എപ്പോഴും PSC ചോദിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇനി തിരുവാതിരയുടെ കാര്യം എടുക്കുക. തിരുവാതിരയുടെ കാര്യത്തിൽ തിരുവാതിരയെ പിരിച്ചെഴുതിയാൽ തിരു അധികം ആതിരയാണ് തിരുവാതിര. അതായത് ആദ്യ ഭാഗം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ രണ്ടാം ഭാഗത്തിൽ ഇത് സംഭവിച്ചു. ഈ ആ എന്ന വർണ്ണം വാ എന്ന വർണ്ണമായി മാറി. പക്ഷേ ആ എന്ന വർണ്ണത്തിലെ
വർണ്ണത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ, വാ ഉണ്ടല്ലേ, അതിന്റെ ചിഹ്നം ഇവിടെയുണ്ട്. ആ ചിഹ്നം ഇവിടെയുണ്ട്. പക്ഷെ വ് എന്ന അക്ഷരം പുതുതായി വന്നു. അതായത് വാ എന്ന അക്ഷരം വ് പ്ലസ് ആ ചേർന്നതാണ്. വ് പ്ലസ് ആ ആണ് വാ. അപ്പൊ വ് അധികം വന്നതുകൊണ്ട് ഇത് ആഗമസന്ധിയാണ്. അടുത്തത് പനിയുണ്ട്. പനിയുണ്ട് എന്ന വാക്കിനെ പിരിച്ചെഴുതിയാൽ പനി അധികം ഉണ്ട് ആണ് പനിയുണ്ട്. ഇവിടെ ആദ്യ ഭാഗം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ രണ്ടാം ഭാഗത്ത് ഉ എന്ന അക്ഷരത്തിന്റെ സാന്നിധ്യമുണ്ട്, ചിഹ്നമുണ്ട് അല്ലെ. പക്ഷെ യു അധികം വന്നു. യു എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഉ ആണ്. യു എന്ന അക്ഷരം അല്ലെങ്കിൽ വർണ്ണം എന്തായി, അധികം വന്നു. ഇനി പൂവിതൾ. പൂവിതളിന്റെ കേസിൽ പൂ അധികം ഇതളാണ് പൂവിതൾ. പക്ഷെ ആദ്യ ഭാഗം അതുപോലെ തന്നെയുണ്ട്. രണ്ടാം ഭാഗത്തില് ഈ എന്ന വർണ്ണം എന്തായി, ഈ എന്ന വർണ്ണത്തിന്റെ സാന്നിധ്യമുണ്ട്, ചിഹ്നമുണ്ട് അല്ലെ. ഈ ചിഹ്നം ഇവിടെയുണ്ട്. പക്ഷെ വ് അധികം വന്നു. വി എന്ന് പറഞ്ഞാൽ വ് അധികം ഈ ആണ്. അപ്പോ വ് എന്ന വർണ്ണം എന്തായി, പുതുതായി വന്നു. പുതുതായി വാക്കിലേക്ക് വിരുന്നു വന്നു. അപ്പൊ പൂവിതൾ എന്നത് ഒരു ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. മറ്റൊന്ന് പൂങ്കാറ്റ്. പൂങ്കാറ്റ്, പൂ അധികം കാറ്റ് ആണ് പൂങ്കാറ്റ്. ആദ്യ ഭാഗം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ രണ്ടാം ഭാഗം ശ്രദ്ധിക്കുക, ഇങ്കായാണ്. ഇങ്ക എന്ന് പറഞ്ഞാൽ ങ് പ്ലസ് ഖ് പ്ലസ് ആയാണ് ഇങ്ക. പക്ഷെ കാ ഇവിടെ ഉണ്ട്. ആരധികം വന്നു, ങ് അധികം വന്നു. അതുകൊണ്ട് തന്നെ പൂങ്കാറ്റും ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി ഈ ആഗമസന്ധിയെ ഒരു 90% തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എല്ലാ കാര്യത്തിലും ഇത് സക്സസ് ആവണമെന്നില്ല. ആദ്യ ഭാഗം അതുപോലെ തന്നെ വരും. അതായത് ആഗമസന്ധിയിലെ വാക്കുകളെ പിരിച്ചെഴുതൽ ആദ്യ ഭാഗം അതുപോലെ തന്നെ വരും. കണ്ട, തിരു, പനി, പൂ ഇതെല്ലാം ഈ ആദ്യ ഭാഗം അതുപോലെ തന്നെ വരും. ഈ രണ്ടാം ഭാഗത്തിലാണ് വ്യത്യാസം വരുന്നത്. രണ്ടാം ഭാഗത്തില് എന്താവും, ഇവിടെ സ്വരാക്ഷരം ആ, ഉ, ഈ ഇവയൊക്കെ സ്വരാക്ഷരാണ് അല്ലെ. ഈ സ്വരാക്ഷരങ്ങൾ മാറിയിട്ട് വ, യ അങ്ങനെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. മറ്റൊന്ന്, ഇവിടെ ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത ആദ്യ ഭാഗം അതുപോലെ തന്നെ ഉണ്ടാവും. രണ്ടാം ഭാഗത്തിൽ ഇഞ്ച, ഇങ്ക, ഇണ്ട, ഇന്ത എന്നിവയൊക്കെ എന്നീ അക്ഷരങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്താവും, അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇത് നമുക്ക് അതൊന്നും നോക്കണ്ട. ഇത് ഏകദേശം നമ്മൾ ഇതൊന്ന് ഉച്ചരിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. തിരുവോണം, തിരു അധികം ഓണം. ഓ വാക്ക് ഉണ്ടവിടാം, അക്ഷരത്തിന്റെ സാന്നിധ്യം ഉണ്ടവിടാം. പക്ഷെ വ അധികം വന്നു. തിരുവോണം ആഗമസന്ധി. തിരുവാതിര, ആദ്യ ഭാഗം അതുപോലെ തന്നെയുണ്ട്. ആതിരയിലെ ആ ഇവിടെ ഉണ്ട്, ആ ചിഹ്നമുണ്ട്. പക്ഷെ വ് അധികം വന്നു. തിരുവാതിര ആഗമസന്ധി. പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്തത് ലോപസന്ധി. ലോപം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലാതാവുക, ലോപിച്ചില്ലാതാവുക അല്ലെ, അലിഞ്ഞു പോകുക. അപ്പോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം എന്താകും, അങ്ങ് അലിഞ്ഞു പോകും. ഒരു വർണ്ണം അങ്ങ് ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. ഉദാഹരണത്തിലൂടെ നമുക്ക് ഇവയെ പെട്ടെന്ന് മനസ്സിലാക്കാം. കൊടുത്തില്ല. കൊടുത്തില്ല എന്നതിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം, കൊടുത്തു അധികം ഇല്ല അല്ലെ. കൊടുത്തു അധികം ഇല്ലയാണ് കൊടുത്തില്ല. ഇവിടെ ശ്രദ്ധിക്കുക, കൊടുത്തു ഇല്ല, ഇതില് ഊ ചിഹ്നം ലോപിച്ചു. പക്ഷെ ബാക്കിയെല്ലാം അവിടെ തന്നെയുണ്ട്. ഈ എന്ന വർണ്ണമില്ലെങ്കിലും ഈ എന്ന ചിഹ്നമുണ്ട് അല്ലെ. അപ്പൊ എന്ത് പോയി, ഊ ചിഹ്നമാണ് ഇവിടെ ലോപിച്ചു പോയത്. അതുകൊണ്ട് കൊടുത്തില്ല എന്നത് ഒരു ലോപസന്ധിക്ക് ഉദാഹരണമാണ്. മറ്റൊന്ന് ഒരാശയം. ഒരാശയത്തിൽ ഒരു അധികം ആശയമാണ് ഒരാശയം. പക്ഷെ ഇത് കൂട്ടി യോജിച്ചു വന്നപ്പോ ആ ചിഹ്നം ഇവിടെ ഉണ്ട് അല്ലെ. ആ ചിഹ്നമുണ്ട്. ആ എന്ന വർണ്ണമില്ലെങ്കിലും ആ എന്ന ചിഹ്നമുണ്ട്. പക്ഷെ ഊ എന്ന ചിഹ്നം ഇവിടെ ഉണ്ട്. പക്ഷെ യോജിച്ചു വന്നപ്പോ ഊ എന്ന ചിഹ്നം എന്തായി, അങ്ങ് ലോപിച്ചു പോയി. മറ്റൊന്ന് പുതിയ അറിവ്. പുതിയ അറിവില് പുതിയ അധികം അറിവാണ് പുതിയ അറിവ്.
പക്ഷെ പുതിയ അവിടെ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ അറിവിലെ ഈ ഒരു ആയില്ല, അത് ലോപിച്ചു പോയി. അതുകൊണ്ട് അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ഇനി കണ്ടില്ല. കണ്ടില്ല എന്നതിന്റെ കേസിലും അതുപോലെ തന്നെ കണ്ടു അധികം ഇല്ലായാണ് കണ്ടില്ല എന്നായി മാറുന്നത്. പക്ഷേ ഇവിടെ ഈ എന്ന വർണ്ണത്തിന്റെ സാന്നിധ്യമുണ്ട്, അല്ലെ? ഈ എന്ന അക്ഷരത്തിന്റെ സാന്നിധ്യമുണ്ട്, ചിഹ്നമായിട്ടുണ്ട്. പക്ഷേ ഉ എന്ന ചിഹ്നം എന്തായി? ലോപിച്ചു പോയി. അതുകൊണ്ട് ഇതൊരു ലോപസന്ധിക്ക് ഉദാഹരണമാണ്. മറ്റൊന്ന് ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ എല്ലാ കേസിലും അല്ല. ദ്വിത്വം എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കുന്നതിനെയാണ് പറയാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്താകും? ആ ഒരു വർണ്ണം ഇരട്ടിക്കും. പക്ഷേ ഈ ദ്വിത്വസന്ധിക്ക് റെയർ കേസസ് ഉണ്ട്. ഇരട്ടിക്കാതെയും ദ്വിത്വസന്ധി വരാറുണ്ട്. പക്ഷെ ഇരട്ടിക്കുന്ന ദ്വിത്വസന്ധി മാത്രമേ ഇതുവരെ PSC പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടുള്ളൂ. റെയർ കേസസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ വിശദമായി പറയാം. ഈ ദ്വിത്വസന്ധിയുടെ ഉദാഹരണങ്ങൾ നോക്കുക. വാഴപ്പഴം. വാഴപ്പഴത്തെ എങ്ങനെ പിരിച്ചെഴുതാം? വാഴ അധികം പഴമാണ് വാഴപ്പഴം. പക്ഷെ ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ എന്തായി? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിച്ചു. അതായത് പ എന്ന വർണ്ണം ഇവിടെ എത്തുമ്പോൾ എന്തായി? ഇരട്ടിച്ച് ഇപ്പായി, അല്ലെ? അതുപോലെ ആനത്തല. ആനാധികം തലയാണ് ആനത്തല. ത എന്ന വർണ്ണം എന്തായി? ഇവിടെ എത്തുമ്പോൾ ഇരട്ടിച്ചു. മഞ്ഞക്കിളി. മഞ്ഞാധികം കിളിയാണ് മഞ്ഞക്കിളി. ഇത് കീ എന്തായി? ഇക്കിയായി, ഇരട്ടിച്ചു. ഇനി മഴപ്പാറ്റ. മഴാധികം പാറ്റയാണ്. പാ എന്തായി? ഇപ്പായി, ഇരട്ടിച്ചു. പൂപ്പൊലി. പൂ അധികം പൊലിയാണ് പൂപ്പൊലി. പക്ഷേ പോ എന്തായി? ഇപ്പോ ആയി, ഇരട്ടിച്ചു. മതിൽക്കെട്ട്. മതിലധികം കെട്ടാണ് മതിൽക്കെട്ട്. പക്ഷേ ഇതില് കെ എന്തായി? ഇക്കയായി, ഇരട്ടിച്ചു. അപ്പോ ഇരട്ടിക്കുന്നു, അതാണ് ദ്വിത്വസന്ധി. എല്ലാ കേസിലും അല്ല, പക്ഷേ എന്നാലും ഒട്ടുമിക്കം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. റെയർ കേസ് ഉണ്ട്, അതൊന്നും PSC ചോദിച്ച് ഞാൻ കണ്ടില്ല. ഇതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനി ഇതിന്റെ ബാക്കി നോക്കുക. ആദേശസന്ധി. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നു. അപ്പോ ഒരു വർണ്ണം ഇല്ലാതാവും, മറ്റൊരു വർണ്ണം വന്നു ചേരും. ഒരു വർണ്ണം ലോപിച്ചു പോകും, എന്നാല് മറ്റൊരാൾ എന്ത് ചെയ്യും? ആഗമിക്കുകയും ചെയ്യും. അതാണ് ആദേശസന്ധി. ശ്രദ്ധിക്കുക. നെന്മണി. നെന്മണി എന്ന വാക്കിനെ പിരിച്ചെഴുതിയാൽ ഒന്നുകിൽ നെല്ല് അധികം മണി എന്ന് എഴുതാം, അല്ലെങ്കിൽ നെൽ അധികം മണി എന്ന് എഴുതാം. ഇത് രണ്ടും ശരിയാണ്. അപ്പോ ഇതില് ഈ ഇല്ലെന്നത് പോയി. ഇവിടെ ഇല്ല. ഇവിടെ യോജിച്ചു വന്നപ്പോ ഇല്ലില്ല. പക്ഷെ പകരം ആര് വന്നു? ന് വന്നു, അല്ലെ? ന് പ്ലസ് മ് പ്ലസ് ആ, അല്ലെങ്കിൽ ന് ഇവിടെ വന്നു. ഇല്ല് പോയി, ന് വന്നു. മാ അതുപോലെ തന്നെ ഉണ്ടല്ലേ? അപ്പോ ഒരാൾ പോയി മറ്റൊരാൾ വന്നതാണ് എന്ത്? ആദേശസന്ധി. ഇനി ചെഞ്ചായം. ചെഞ്ചായം നോക്കുക. ചെം അധികം ചായമാണ് ചെഞ്ചായം. അതില് ചായം അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ചെമ്മിലെ ചിഹ്നം പോയി ഞ് ചിഹ്നം വന്നു. എന്ത്? ചിഹ്നം പോയി, പകരം ഞ് വന്നു. ഞ് പ്ലസ് ച, ഇഞ്ച, അല്ലെ? ഇപ്പൊ കണ്ടു. കണ്ടു പിരിച്ചെഴുതിയാൽ കൺ അധികം തൂവാണ് കണ്ടു. പക്ഷെ ഇതില് യോജിച്ചു വന്നപ്പോഴെന്തായി? തൂ ഇല്ല. തൂന് പകരം ആര് വന്നു? ടു വന്നു, അല്ലെ? ന് പ്ലസ് ടു ആണ് ടു, ഉണ്ടു. അപ്പൊ തൂ പോയി ആര് വന്നു? ടു വന്നു. അപ്പൊ ഇവിടെ ഒരാൾ പോയി മറ്റൊരാൾ വന്നു. ഒരാൾ ലോപിച്ചു, ഒരാൾ ആഗമിച്ചു. അതാണ് ആദേശസന്ധി. ഇനി കന്മതം. കന്മതം പിരിച്ചെഴുതിയാൽ കൽ പ്ലസ് മതം, അല്ലെങ്കിൽ കല് പ്ലസ് മതം എന്നൊക്കെയാണ് എഴുതുക. ഇതില് ശ്രദ്ധിക്കുക. ഈ ല് എന്ന കല്ലിന്റെ ല് എന്ന എന്തായി? ല് പോയി, പകരം ആര് വന്നു? ന് വന്നു. ഉച്ചരിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ല് പോയി, ന് വന്നു. അപ്പോഴാണ് കന്മതം എന്ന് കിട്ടിയത് നമുക്ക്. അപ്പൊ ഒരാൾ പോയി മറ്റൊരാൾ വന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്ന് പറയാം. ഇനി അടുത്തത് ചെപ്പുകുടം. ഈ ചെപ്പുകുടം ധാരാളം തവണ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് PSC ചോദിച്ചതാണ് ചെപ്പുകുടം.
ചെമ്പ് അധികം കുടമാണോ, ചെപ്പ് അധികം കുടമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരി ഉത്തരം ചെമ്പ് അധികം കുടമാണ് ചെപ്പ് കുടം. ശ്രദ്ധിക്കുക, 2-3 പ്രാവശ്യം ഇത് വന്നിട്ടുണ്ട്. പിരിച്ചെഴുതാനാണ് വന്നത്. ഇതിൽ നമുക്ക് സന്ധി നോക്കാം. ചെപ്പ് കുടത്തിനെ നമ്മൾ ചെമ്പ് അധികം കുടം എന്ന് എഴുതാം. അതുപോലെ ഇതില് ഇമ്പ് ഇമ്പ് എന്നത് പോയിട്ട് ആര് വന്നു? ഇപ്പ് വന്നു. അപ്പോ ചെമ്പുകുടം, ചെപ്പുകുടം, ചെമ്പ് അധികം കുടം, ഇമ്പ് പോയി ഇപ്പ് വന്നു. ഒരാൾ പോയി മറ്റൊരാൾ വന്നു. നമുക്ക് പറയാം ആദേശ സന്ധിയാണ്. ഇത്രയുമാണ് സന്ധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വിശദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.